ഇതേ ഞങ്ങളുടെ പറമ്പിന്റെ ഒരു മൂല മാത്ര. ഇനി എന്തുമാത്രം ഉണ്ടെന്ന് അറിയോ മാഡത്തിന്? അപ്പൊ അരവിന്ദ് ഞാൻ വിചാരിച്ചതിനേക്കാളും സമ്പന്നനാണല്ലോ. ആ എടാ അത് കഴിഞ്ഞു ഗോപി. ചെറുതായിട്ട് മണ്ട ചിഞ്ഞി തുടങ്ങിയിട്ടുണ്ട്. രക്ഷപ്പെടുന്ന കാര്യം സംശയമാ. ആ എന്നാ പിന്നെ ഇത് നോക്ക്, ആ മടലൊക്കെ ഒന്ന് ചവിട്ടി ഓടിച്ചേക്കണേ. കൊന്തട്ടാ നോക്കി. എന്തുവാടാ? അവര് നടക്കാൻ ഇറങ്ങിയായിരിക്കും. നീ വായി നോക്കി നിൽക്കാതെ നിന്റെ പണി നോക്ക്. ഓ ഭഗവതി, ഇങ്ങോട്ടേക്കൊന്നും മാഡം വന്നിട്ടില്ല. ആ അപ്പുറത്തെ സൈഡിൽ ഒരിക്കലും വന്നിട്ടുണ്ട്. ഓർമ്മയുണ്ട് മാഡത്തിന്? എന്ന് എനിക്കൊന്നും ഓർമ്മയില്ല. അവിടാണ് നമ്മുടെ പശു ഫാം. ആ ഒന്ന് പോയി നോക്കിയാലോ? വാ. എന്തു പറ്റി മാഡം? ആ പോയിട്ട് വരാം. ആ വാ വാ. ചാരുമാടൻ രാവിലെ തന്നെ കിച്ചണിൽ കയറി അധ്വാനം തുടങ്ങിയെന്ന് തോന്നല്ലോ. എന്തോറ്റി അഞ്ജന, നേരത്തെ ആണല്ലോ. വിശപ്പായോ? ഞാനേ ദോശ എടുത്ത് വെക്കാവേ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നതുപോലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ല, ചേച്ചിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് പാചകം പഠിക്കാനാ. പാചകമൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഓരോന്നങ്ങ് ഉണ്ടാക്കുന്നു എന്നല്ലാതെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അതിവിനെ ഒന്നും എടുത്ത് ഫിറ്റ് ചെയ്യല്ലേ ചേച്ചി. എനിക്ക് ഈ കറികളൊക്കെ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു തന്നേ പറ്റൂ. കറികളുടെയൊക്കെ കൂട്ട് ഞാൻ പറഞ്ഞുതരാം, അതങ്ങ് ചെയ്ത് ശീലിച്ചാൽ മാത്രം മതി. എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ, കൂടെ കുടിക്കോ? ഇനിയിപ്പോ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ചേച്ചി പറ, ഞാനും കൂടെ കൂടാം. രാവിലത്തേക്ക് ഇനിയിപ്പോ ഒന്നും വേണ്ട, ഇതൊക്കെ ഉച്ചത്തേക്കുള്ളതാ. അപ്പൊ ഇനി ഉച്ചയ്ക്ക് ക്ലാസ് ഉള്ളോ? അത് പറ്റത്തില്ല. എന്നാ നമുക്കൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയാലോ? ദോശയ്ക്ക് കറിയായിട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ഡൺ. അങ്ങനെയല്ല, ദേ ദേ ഇവിടെ ഇട്ടത് നല്ല സ്ട്രോങ് ആയിട്ടേ. ആ ഉള്ളില് ഉള്ളില്. ആ അടിപൊളി അടിപൊളി അടിപൊളി. എന്തായി കാണിക്കുന്നത്? മാറിക്ക, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കാം. കണ്ട, എങ്ങനെ വേണം ചെയ്ത് ചെയ്ത്. ഇങ്ങനെയാണ്. സൂപ്പർ. കിരണേ വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റോ? എനിക്കെങ്ങും വേണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. കിരണേ, ഞാൻ എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ നല്ല ഒന്നാന്തരം തേങ്ങാ ചട്നി ഉണ്ട്, നീ ഒന്ന് കഴിച്ചു നോക്ക്. നിന്റെ കൈ കൊണ്ട് നീ ഉണ്ടാക്കിയ തേങ്ങാ ചമ്മന്തിയോ? വെറുതെ കള്ള പറയല്ലേ അഞ്ജനെ. സത്യ കിരണേ, അഞ്ജന ഉണ്ടാക്കിയ തേങ്ങാ ചട്നി ആ പാത്രത്തിലിരിക്കുന്ന. എങ്കിൽ അതിന്റെ ടേസ്റ്റ് ഒന്നറിയണമല്ലോ. കഴിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എടുക്ക. അഞ്ജന, കിരണ വിളമ്പിക്കൊടുക്ക്. മതി 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 മതി.
പറ്റിയടാ, കൊള്ളില്ലേ? സത്യം പറയാലോ, ഈ തേങ്ങാ ചമ്മന്തി നീ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല. അന്യ ടേസ്റ്റാ, ഉഗ്രൻ. അഞ്ജന വെറുതെ പറഞ്ഞതല്ല കിരണേ, അഞ്ജന തന്നെയാ അത് ഉണ്ടാക്കിയത്. അത് കള്ളാകിരണേ. ചാരു ചേച്ചി പറഞ്ഞു തന്ന കൂട്ടുകൾ വെച്ച് ഞാൻ ഉണ്ടാക്കിയെന്ന് മാത്രം. കൂട്ടുകൾ ഞാൻ പറഞ്ഞതെന്ന് കരുതി ടേസ്റ്റ് വരണമെന്നില്ലല്ലോ. അതിന് കൈപ്പുണ്യം കൂടി വേണം. അത് അഞ്ജനയ്ക്കുണ്ട്. ഭാഗ്യവാനാ കേട്ടോ. നല്ല കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കാമല്ലോ.